പോർച്ചുഗലിലെ കോവതേരിയയിൽ ഇടയബാലകരായ ഫ്രാൻസിസ്കോ ലൂസിയ ജസീന്തയ്ക്ക് മാതാവ് ആദ്യമായി പ്രത്യക്ഷപ്പെട്ടതിൻ്റെ തലേദിവസമാണ് ലോകപ്രശസ്തമായ തിരികളുമായുള്ള പ്രദക്ഷിണം നടക്കുന്നത്. അതിൻ്റെ ചില ദൃശ്യങ്ങളിലേക്കും ചില അനുഭവങ്ങളിലേക്കുമാണ് നാം ഈ വീഡിയോയിലൂടെ കടന്നു പോവുക. എണ്ണാൻ കഴിയാത്ത അത്രയും ജനങ്ങൾ ഉയർത്തിപ്പിടിച്ച മെഴുകുതിരികളുമായി മാതാവ് പ്രത്യക്ഷപ്പെട്ട കപ്പേളയുടെ മുൻപിൽ ജപമാല ചൊല്ലുകയും പരിശുദ്ധ ജപമാല രാജ്ഞിയുടെ നാമധേയത്തിലുള്ള ബസിലിക്കയിലേക്ക് പ്രദക്ഷിണമായി നീങ്ങുകയും ചെയ്യുന്നതാണ് ഈ ദിവസത്തെ പ്രധാനപ്പെട്ട തിരുക്കർമ്മങ്ങൾ. ആഘോഷമായ ജപമാലയിലെ ഏതാനും ഭാഗങ്ങളും മാതാവ് പ്രത്യക്ഷപ്പെട്ട കപ്പേളയിൽ നിന്നും ബസിലിക്കയിലേക്കുള്ള പ്രദക്ഷിണവും അതിനുശേഷം തിരിച്ച് കപ്പേളയിലേക്കുള്ള പ്രദക്ഷിണത്തിൻ്റെയും ഏതാനും ഭാഗങ്ങളാണ് ഈ വീഡിയോയിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. മനസ്സുകൊണ്ട് നമുക്കും ഇടയബാലകരെ പോലെ അമ്മയോടൊപ്പമായിരിക്കാം. ആവേ 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 മരിയ എന്ന് നമുക്ക് ഏറ്റുപറയാം. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നിരവധി പിതാക്കന്മാരും വൈദികരും സന്യസ്തരും തീർത്ഥാടകരും എല്ലാവരും പങ്കെടുക്കുന്ന ഈ ജപമാല പ്രദക്ഷിണം അവസാനിക്കുന്നത് വചനപ്രഘോഷണ കർമ്മത്തിലൂടെയാണ്. അതിനുശേഷം ബസിലിക്കയിൽ നിന്നും മാതാവ് പ്രത്യക്ഷപ്പെട്ട കപ്പേളയിലേക്ക് തിരിച്ച് നിശബ്ദമായ പ്രദക്ഷിണം നടക്കുന്നു. പിന്നെ ജാഗരണ പ്രാർത്ഥനയുടെ സമയം, ദിവ്യകാരുണ്യ ആരാധന, കുരിശിൻ്റെ വഴി, മറ്റ് മരിയൻ പ്രാർത്ഥനകൾ, മറ്റ് മരിയൻ വണക്കങ്ങൾ എന്നിവയൊക്കെയായി ഒരു രാത്രി മുഴുവൻ തീർത്ഥാടകർ അവിടെ അമ്മയുമൊത്ത് ആയിരിക്കും. പ്രാർത്ഥന നിറഞ്ഞ ആ അന്തരീക്ഷത്തിൽ തീർത്ഥാടകർ വന്നും പോയും ഇരിക്കും. ജപമാല മണികൾ നിർത്താതെ ചലിച്ചുകൊണ്ടിരിക്കും. പ്രാർത്ഥനയുടെ മെഴുകുതിരിനാളങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കും. നിരവധി കുമ്പസാരക്കൂടുകളിൽ നിന്നും നിർത്താതെയുള്ള പാപമോചന പ്രാർത്ഥനകൾ മുഴങ്ങിക്കൊണ്ടിരിക്കും. വെളുപ്പിനെയുള്ള പ്രഭാത പ്രാർത്ഥനയ്ക്കും തുടർന്നുള്ള ആരാധനയ്ക്കും ദിവ്യകാരുണ്യ പ്രദക്ഷിണത്തിന് ശേഷം പിറ്റേ ദിവസം 13-ാം തീയതി ഏകദേശം 9 മണിയോടെ ജപമാല ആരംഭിക്കും. ആഘോഷമായ ജപമാലയ്ക്ക് ശേഷം
പ്രദക്ഷിണമായി മാതാവിൻ്റെ തിരുസ്വരൂപം ബസിലിക്കയിലേക്ക് വീണ്ടും കൊണ്ടുപോകും. അവിടെ വെച്ചാണ് ആഘോഷമായ വിശുദ്ധ ബലിയർപ്പണം നടക്കുക. Ela é a mãe forte e fiel, esteve de pé junto à cruz, onde o seu Filho, para consumar a nossa salvação, deu a paz a todo o universo. Em silêncio, cessamos de que interceda por todos os que sofrem os horrores da guerra. വിശുദ്ധ ബലിയർപ്പണത്തിന് ശേഷം തീർത്ഥാടകർ കൊണ്ടുവന്നിട്ടുള്ള ജപമാലകളുടെയും വിശുദ്ധ രൂപങ്ങളുടെയുമൊക്കെ വെഞ്ചരിപ്പുണ്ടാകും. അതിനുശേഷമാണ് 12-ാം തീയതി രാത്രി നടന്ന ജപമാല പ്രദക്ഷിണം പോലെ തന്നെ പ്രധാനപ്പെട്ട വിടവാങ്ങൽ പ്രദക്ഷിണം. കയ്യിൽ കരുതിയിരിക്കുന്ന വെള്ളത്തൂവാലകൾ ഉയർത്തി വീശിക്കൊണ്ട് മാതാവിന് അഭിവാദ്യമർപ്പിക്കുന്ന ഈ പ്രദക്ഷിണം വികാരനിർഭരമാണ്. ശക്തമായ ആയുധമായ ജപമാല നമുക്കും കൈകളിലെടുക്കാം. അമ്മ വഴി ഈശോയിലേക്ക് നമുക്കും നടന്നു ചെല്ലാം. ആവേ മരിയ എന്ന് ഉറച്ച് നമുക്കും പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. Nesta noite, Santa Nossa Senhora de Fátima, Rainha da Paz, que conceda o dom da paz aos nossos dias, que anime os refugiados, rezemos juntos. Ave Maria, cheia de graça, o Senhor é convosco. Bendita sois vós entre as mulheres, e bendito é o fruto do vosso ventre, Jesus. Santa Maria, Mãe de Deus, rogai por nós, pecadores, agora e na hora da nossa morte. Amém. o Senhor, ao tempo, nos deu uma noite tranquila e, no fim da vida, uma santa morte.